ഫാമിലി. എൻ്റെ എല്ലാ +2 മക്കൾക്കുമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ആരെങ്കിലും നമ്മുടെ വെക്കേഷൻ മോഡിൽ ഇത് മറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെ തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മക്കളെ, നമ്മളുടെ +2 മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി പബ്ലിഷ് ആയ വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മക്കളെ. ഓക്കെ, അപ്പോൾ +2 മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതെന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാം. +2 എക്സാം നമ്മൾ എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പോകുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് ആക്ച്വലി നമുക്ക് മോഡൽ എക്സാമിന് തന്നെയാണ് കിട്ടുക. ഇഫ് നമ്മൾ മോഡൽ എക്സാം വളരെ ഒരു ഫൈനൽ എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് എനിക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ എക്സൽ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു +2ൻ്റെ മോഡൽ എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ മക്കളും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ +2ൻ്റെ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈം ടേബിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ എക്സാമിനറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ examiner.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ +2 മോഡൽ എക്സാംസിൻ്റെ കംപ്ലീറ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15th ഫെബ്രുവരിയിലാണ് കേട്ടോ. അപ്പോൾ 15th ഫെബ്രുവരിയിലാണ് നമ്മുടെ എക്സാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ഫസ്റ്റ് എക്സാം തന്നെ നമ്മൾ ഫിസിക്സ് വെച്ചാണ് തുടങ്ങുന്നത്. ദെൻ മാത്സ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള 21-ാം തീയതി ഫെബ്രുവരി 21, 15-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെയാണ് നമ്മുടെ മോഡൽ എക്സാംസ് ഉള്ളത്. അപ്പോൾ മോഡൽ എക്സാംസ് എപ്പോഴും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണെന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാം. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നത് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഈ +2 മാത്രമാണ് നമുക്ക് അങ്ങനത്തെ സെക്കൻഡ് ചാൻസുകൾ കിട്ടാറുള്ളൂ. സോ ഫൈനൽ എക്സാമിന് മുമ്പ് നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്താൻ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ 100% കൊടുത്തുകൊണ്ട് തന്നെ മോഡൽ എക്സാം എഴുതണം. ഓക്കെ, അപ്പം +2 ആണ്. ഇനിയും നമ്മുടെ മോഡൽ എക്സാം, അതായത് ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഏകദേശം ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ക്രിസ്മസ് എക്സാം വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മോഡൽ എക്സാമും ഫൈനൽ എക്സാമും നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ കാറ്റഗറിയിൽ ഉണ്ടാവുന്ന മിസ്സിനും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പം ഇനി എങ്കിലും പഠിച്ചു തുടങ്ങാൻ എൻ്റെ കുട്ടികൾ തയ്യാറാണ്, എനിക്ക് ഫൈനൽ എക്സാമിന് ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു മോട്ടീവ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് മക്കളെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ക്രിസ്മസ് എക്സാം നിങ്ങൾ എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മാരത്തോണുകളൊക്കെ തന്നു എൻ്റെ കുട്ടികൾക്ക് അല്ലേ. അപ്പം നന്നായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് പുറത്തൊന്നും വേറെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, കുറച്ച് ദിവസം ഈ മാരത്തോണിന് മാത്രം എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിച്ചിട്ട് ഇത്രയും ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ പ്രോപ്പറായിട്ട് എക്സാമിനറിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ മക്കളെ ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എക്സാമിനറിലെ ക്ലാസ്സസ് എൻ്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എൻ്റെ കുട്ടികൾക്കും ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയോട് കൂടെ ചേർന്ന് ഈ ഉള്ള +2 എക്സാം മക്കളെ മോഡൽ എക്സാമിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ചെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്ത വിവരം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി 27th നമ്മുടെ ഡിസംബർ 27th നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് ബാച്ചിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെയുള്ള കംപ്ലീറ്റ് റിവിഷൻ റെക്കോർഡഡ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു 10-15 വർഷങ്ങളായിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും നിങ്ങൾക്ക് നോട്ട്സ് PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +2ൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കാനും കുറച്ച് എഫേർട്ടും ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അപ്പം നന്നായിട്ട് പഠിക്കാൻ എക്സാമിനറിൻ്റെ കൂടെ ഒരു ചെറിയ എഫേർട്ട് ഇടാൻ എൻ്റെ കുട്ടികൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എക്സാം ഇന്നറിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എക്സാം ഇന്നർ ഒരു ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യുക. കാരണം ഞങ്ങൾക്ക് ആ ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതാണ് മക്കളെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ പാരൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് വേഗം ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക. ഇനി നമുക്ക് സമയമില്ല, ഫെബ്രുവരി 15 നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ തീർക്കാനുണ്ട് അല്ലേ? എങ്കിൽ മാത്രമാണ് നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അല്ല, പ്രോപ്പറായിട്ട് നമ്മുടെ ഉയരേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉയരേ ബാച്ച് ക്ലാസ്സസും നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഉയരേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിവിഷൻ ബാച്ച് ഫ്രീ ആണ്. കൂടെ നമ്മുടെ സാധാരണയായിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് റിവിഷൻ ബാച്ചിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കുട്ടികൾക്ക് കിട്ടുക. റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് തന്നെ ഫുൾ മാർക്ക് വാങ്ങിച്ചവർ ഒരുപാട് പേര് എക്സാമിനറിലുണ്ട്. അപ്പം അത്രയും എൻ്റെ കുട്ടികൾ ഒരു ചെറിയ എഫേർട്ട് കൂടെ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി തന്നെയാണ് നമ്മുടെ ഉയരി റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും വേഗം തന്നെ മക്കളെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു മോഡൽ എക്സാം ഒരിക്കലും നിങ്ങളൊരു സില്ലി ആയിട്ട് വിടരുത്. മോഡൽ എക്സാം അല്ലേ, ഫൈനൽ എക്സാം അല്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഒരിക്കലും കാണരുത്. ഫൈനൽ എക്സാമിൻ്റെ അതേ സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ ഈ എക്സാം എഴുതാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇനിയും സമയമുണ്ട്, ഒരു മാസവും അല്ലേ, ഒരു 45 ഡേയ്സോളം നമുക്ക് സമയമുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പഠിക്കാം. എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു മക്കളെ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം.